കുക്കി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളാട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുഞ്ഞടുക്കളയിൽ ഞാൻ ഇഡ്ഡലിയും ചട്നിയാട്ടോ റെഡിയാക്കി എടുത്തത്. ഉച്ചക്കത്തെ ലഞ്ചിന് കിടുക്കാച്ചി മീൻകറി ആട്ടോ റെഡിയാക്കി എടുത്തത്. ഇന്നലെ റെസിപ്പി കണ്ടോ എല്ലാവരും? കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം കേട്ടോ. അടിപൊളി ബ്ലോഗായിരുന്നു. അതേപോലെ തന്നെ കിടുക്കാച്ചി മീൻകറി ആയിരുന്നു കേട്ടോ. പിള്ളേർക്ക് ആ കിടുക്കാച്ചി മീൻകറി ചെമ്മീൻ കറിയില്ലേ വളരെയധികം ഇഷ്ടപ്പെട്ടു. ചെമ്മീൻ കറി കഴിഞ്ഞതറിഞ്ഞില്ല കേട്ടോ. ഞാൻ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കപ്പയോടൊപ്പം കഴിച്ചു. അതേപോലെ തന്നെ നമ്മുടെ എന്താ ഉണ്ടായിരുന്നത്, ഇഡ്ഡലി ഉണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിയോടൊപ്പം കഴിച്ചു. അപ്പോൾ ചോറിനോടൊപ്പം കഴിച്ചു. അപ്പോൾ നമ്മുടെ ചട്ടി അങ്ങോട്ട് കാലിയായി ഇതറിഞ്ഞില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ മീൻ കറിക്ക് കേട്ടോ. എല്ലാ കൂട്ടുകാരും ഇതിൻ്റെ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. 100% റിസൾട്ട് നൽകുന്ന പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഈ മീൻകറി. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേൾക്കണ്ടേ? ഇതാ തീ പൂട്ടി അരിക്കടപ്പത്തിട്ട് അതങ്ങോട്ട് സെറ്റാക്കിയ ശേഷം ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് മാവൊക്കെ വീത്തിങ്ങായിട്ട് വേവിക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ പാത്തൂസ് എനിട്ടുണ്ടായിരുന്നു. അവൾക്കുള്ള ചായയൊക്കെ എടുത്തു കൊടുത്തു. മോനുള്ള ചായ കൊടുത്തപ്പോൾ വേഗം തന്നെ മദ്രസയിലേക്ക് പോയിട്ടോ. കുറച്ച് ലേറ്റായി പോയിട്ടോ എനിക്കാനായിട്ട്. എന്നാലും വേഗം തന്നെ അവൻ മേലൊക്കെ കഴുകി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ചട്നിയും ഇഡ്ഡലിയൊക്കെ റെഡിയായി. അങ്ങനെ മേശപ്പുറത്ത് കൊടുന്ന് വെച്ചു. പാത്തൂസിനെ കുളിപ്പിച്ച് യൂണിഫോമൊക്കെ അണിയിപ്പിച്ചു. അങ്ങനെ ഫുഡൊക്കെ ഉമ്മ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഇഡ്ഡലിയും ചട്നി റെഡി ആയിട്ടുണ്ട്. രണ്ടാമത് തട്ടിലേക്ക് ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തു. പിന്നെ പാത്തൂസിനെ ഒരുക്കി. അങ്ങനെ സമയം ഏകദേശം വണ്ടി വരാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ വേഗം തന്നെ ഓടിയെത്തി ഓട്ടോറിക്ഷയിൽ കയറി പോയിട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതാ നമ്മുടെ കിടുക്കാച്ചി മീൻകറി കേട്ടോ സെറ്റാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോഴത്തേക്കും ചട്ടി വെച്ചെടുത്താലോ. പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഉലുവ 1 ടീസ്പൂൺ, പെരിഞ്ചീരകം 1 ടീസ്പൂൺ എന്നിവ ചേർത്ത് നല്ലതുപോലെ പൊട്ടിയ ശേഷം ചെറുള്ളിക്കുട്ടനെ 10 അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടോ. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളിക്കുട്ടൻ അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് മക്കളെ ഈ മീൻകറിക്ക്. നമ്മുടെ തക്കാളിക്കുട്ടനെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഉടഞ്ഞ് ചേരുന്നത് വരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അതിനിടയിൽ നമുക്ക് ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിന്. എന്നിട്ട് നല്ലതുപോലെ ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തക്കാളി ഉടഞ്ഞ് ചേരുന്നത് വരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. അടിപൊളി കിടുക്കാച്ചി മീൻകറി ആയിട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് ചേരുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കിയ ശേഷം തീ കുറച്ച് വെച്ച് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ തക്കാളി ഉടഞ്ഞ് ചേരുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീയൊക്കെ അങ്ങോട്ട് കുറച്ച് വെച്ചാലോ. എന്നിട്ട് നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഉച്ചക്കത്തെ ലഞ്ചിന് എന്താണ് സ്പെഷ്യലായിട്ട് ഒരുക്കിയത്? എന്നാലും സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടില്ലെങ്കിലും എന്താണ് ഉച്ചക്കത്തെ ലഞ്ചിന് കൂട്ടുകാർ കറി വെച്ചത്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോയത് കേട്ടോ. അങ്ങനത്തെ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ തീ കുറച്ച് വെച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടോ. മല്ലിപ്പൊടി നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ ചെമ്മീൻ കറിക്ക്. എന്നിട്ട് നല്ലതുപോലെ ചേർത്ത് കൊടുത്ത് മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്ന വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. എണ്ണ നല്ലതുപോലെ തെളിഞ്ഞങ്ങോട്ട് വരുമ്പോൾ അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം 2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ മീനൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചും കൂടി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ലതുപോലെ മസാല മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകുന്നുണ്ട് കേട്ടോ. കുറേ കൂട്ടുകാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ സ്ഥിരമായിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു തരുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഒരു ലൈക്കൊക്കെ അടിച്ചുകൂടെ? എല്ലാവരും കമൻറ്റ് അങ്ങോട്ട് രേഖപ്പെടുത്തി അങ്ങോട്ട് ഓടിപ്പോവുക അല്ലേ. എല്ലാ കൂട്ടുകാരും ഒരു ലൈക്കൊക്കെ ഒന്ന് അടിക്കണേ. കമൻറ്റ് മാത്രമേ അടിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്കൊക്കെ അടിച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ ശേഷം 2 കപ്പ് വെള്ളം അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ലതുപോലെ മിക്സാക്കിയ ശേഷം 3 ചുള കൊടമ്പുളി ചേർത്ത് കൊടുത്തു കേട്ടോ. മാങ്ങയാണെങ്കിൽ ഉഷാറായിരിക്കും കേട്ടോ. ഇവിടെ മാങ്ങ കിട്ടാനില്ല കേട്ടോ, മാമ്പഴ കേട്ടോ കിട്ടാറ്. അപ്പോൾ ഇന്ന് മാങ്ങയ്ക്ക് പകരം 3 ചുള കൊടമ്പുളി കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ കാന്താരി മുളക് എൻ്റെ വീട്ടിലുണ്ടായതാട്ടോ. അപ്പോൾ ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുളക് ചെടി ആകെ സൂക്ഷിച്ച പോലെയായിരുന്നു. ഇപ്പോൾ ഉഷാറായി മുളക് ഇട്ടായി തുടങ്ങി. അങ്ങനെ ഞാൻ കറിക്കൊക്കെ കാന്താരി മുളകാട്ടോ എടുക്കാറ്. അങ്ങനെ നല്ലതുപോലെ പുളിയെല്ലാം ഇറങ്ങി. അതിന് ശേഷം മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടോ, ചെമ്മീൻ. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് താത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടോ. അതിന് ശേഷം മൂടി വെച്ചിട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. പാകത്തിന് ഉപ്പിടാൻ മറക്കല്ലേ കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മൂടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ എന്ന് പറയാൻ കാരണം ഞാൻ തുടക്കത്തിൽ അത് പറയാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ അതങ്ങോട്ട് എടുത്ത് പറഞ്ഞതാട്ടോ. അങ്ങനെ ചെമ്മീൻ കുറച്ച് മിളക് പറ്റി സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീന് പിറ്റേ ദിവസം എടുക്കാം എന്ന് കരുതിയിട്ടാട്ടോ മിളക് പറ്റി സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ പിലോപ്പിയാട്ടോ ഇന്ന് ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ വെട്ടിത്തളിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ പിലോപ്പി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ. കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ആരും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ ആ ചാനലൊന്നും കാണാനൊന്നും പാടില്ല എന്നുണ്ടോ? എല്ലാവരും സ്ഥിരമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യണം. അതേപോലെ തന്നെ തിരിച്ചും തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. എന്നാലാണ് എല്ലാവരുടെയും ചാനലും ഉഷാറായി വരുള്ളൂ. അതുപോലെ തന്നെ എൻ്റെയും കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിലോപ്പി കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ലൈവ് ഇടണം, എന്നാലാണ് വാച്ച് അവർ അങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിലെ ഒരാളും ഞാൻ ലൈവ് ഇടുന്നത് ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാട്ടോ. അപ്പോൾ ലൈവ് ഇടാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ മീൻകറി കുറുകി അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പം നമുക്കത് തുളിക്കണ്ടേ? അതിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തു. കുനുകുന അരിഞ്ഞ ചെറുള്ളിയിലെ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് കറിവേപ്പിലേക്ക് ഇട്ട് അടിപൊളി നമ്മുടെ കിടുക്കാച്ചി മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ടും വേണം. ബൈ.